കാരണം ഞാൻ കൂടുതൽ ചെയ്തത് റോങ് നമ്പർ എന്ന് പറഞ്ഞ പരിപാടി. ഹലോ മൈ ഡിയർ ഉണ്ടാവും. അത് ഞങ്ങൾ മറ്റേ സ്വാഗ് പരിപാടിയായിരുന്നു. മോൻ്റെ പേരെന്ന് പറഞ്ഞ് ഇനി മേലെ പറഞ്ഞു പോയിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പോൾ ഒരു കോളേജിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഇസ് ഡിഫറെൻറ്റ്. നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പം ഇക്കൂട്ടത്തിൽ ആരൊക്കെയാണ് കണക്കിന് തോറ്റ മച്ചാൻ കണക്ക് തോറ്റിട്ടില്ലേ എന്നൊക്കെ പറയില്ലേ. സൂപ്പർ ഹിറ്റ്സ് ബാഡ് എഫ്എം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത് പാട്ടാണ്, എല്ലാവർക്കും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് വരാൻ പോകുന്ന പാട്ട്. ഞാൻ ആക്ച്വലി മാറ്റ് ബ്രാ എന്ന് പറഞ്ഞ ഷോയിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് അമേസിങ്. എനിക്കത് ജിഞ്ചു ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും സെബിൻ ആണെങ്കിലും അടിപൊളിയാണ്. സോ ഇറ്റ് ഈസ് റിയലി നൈസ്. വെൽക്കം ടു ദി മാറ്റ് ബ്രാ ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫേമസ് ആയിട്ടുള്ള ഒരു ആർജയാണ്, ആർജെ ശംഭു. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഞാൻ ശംഭു എന്ന് തന്നെ വിളിച്ചാൽ കുഴപ്പമില്ലല്ലോ. ശംഭു ചേട്ടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നു. കുറച്ച് ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്നു അല്ലേ? അതെ നന്നായിട്ട്. അതെ, ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഷൂട്ടുണ്ടെന്ന് പറയുന്ന പണികളാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ, എന്നെ ഫ്രണ്ട്സ് ഒന്നും ഒരു ട്രിപ്പിന് പോലും കൊണ്ടുപോകുന്നില്ല. ആ ഒരു സങ്കടം എന്നെ കൊണ്ടുപോകുന്നില്ല. കാര്യം അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് പറയും, ഓ ഞാനില്ല കേട്ടോ നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ അവർ പറയോ കോളം. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഈ പറയുന്ന ചാനലിലൊക്കെ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവറിന്റെ ടൈമിംഗ് ഒക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിന്റെ സ്കെഡ്യൂളിനനുസരിച്ചുള്ള രീതിയായിരിക്കണം നമ്മൾ. അതായത് ഇപ്പോൾ ഒരു 1 മന്ത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 18 ഡേയ്സോ 17 ഡേയ്സോ 16 ഡേയ്സൊക്കെ വർക്ക് കാണത്തുള്ളൂ. ഡിപ്പെൻസ് ഓൺ ദ ഇൻ്റർവ്യൂ. ഒരു 30 ദിവസം 30 ഇൻ്റർവ്യൂ എന്തായാലും കാണത്തില്ല. ഒരു 14 15 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ്. ഇല്ലേ പിന്നെ നമ്മൾ നേരത്തെ നമുക്ക് എന്തെങ്കിലും വർക്കോ എവിടെയും ട്രിപ്പോ ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ അവരെ അറിയിക്കുക. സോ ആ ടൈം നമുക്ക് ബ്രേക്ക് എടുത്ത് വെക്കാം. ഒരു 1 വീക്ക് മുമ്പ് നമ്മൾ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു ടൈം കിട്ടും. പക്ഷെ അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ കൺവിൻസിങ് സ്റ്റാർ എന്ന പേര് വരും. ഇപ്പം മറ്റേ ട്രെൻഡ് പരിപാടിയാണല്ലോ അല്ലേ? അതെ. ഓക്കെ, ഞാൻ കണ്ടുണ്ട് നിങ്ങളുടെ പരിപാടി, അടിപൊളിയാണ്. ഞങ്ങളുടെ തന്നെ കൊളീഗ്സിനെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ ഇന്റർവ്യൂ എടുത്ത്. ഐ മീൻ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, നിലവാരം എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ 3 പേരും ഇല്ലേ, പൊളിയല്ലേ? സെബിൻ ബ്രോയും വിഷ്ണു ബ്രോയും ചിഞ്ചു, നിങ്ങൾ 3 പേരോടെ ഉള്ള ആ ഒരു കോംബോ ഇസ് ഗുഡ് ആണല്ലേ? കയറി വരട്ടെ. ഓക്കെ, അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾസ് ഇങ്ങനെ ഡേ ബൈ ഡേ ഓരോ ദിവസം ഇപ്പോൾ 2 hours മുന്നേ അല്ലെങ്കിൽ 3 hours മുന്നേ ആയിരിക്കും ഇന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് കോൾ വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തു പോകുന്നത്? അല്ല, ഇപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് FM-ലാണ് വർക്ക് ചെയ്തത്. എനിക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഈ മൺഡേ ടു ഫ്രൈഡേ ജോബിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഈ മോർണിംഗ് 10 AM പഞ്ചും ചെയ്തിട്ട് ഈവനിങ് പഞ്ചൗട്ട്, ഞാൻ പഠിച്ചതായിട്ട് ഒരു ബന്ധമില്ലാത്ത പരിപാടി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ FM-ൽ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നു. 10 മണിക്ക് പഞ്ചിൻ, 6:30 പഞ്ചൗട്ട്. പക്ഷേ മീഡിയ ആയതുകൊണ്ട് ഓക്കെ ഫൈൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ ചെന്നിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇൻ്റർവ്യൂ ഉള്ളപ്പോൾ പോവുക, എടുക്കുക, തിരിച്ചു വരിക. പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ രാവിലെ 10:30 ഇൻ്റർവ്യൂ ഇന്ന ഹോട്ടലിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ചെന്നാൽ ചിലപ്പോൾ രാത്രി 10:30 അവിടെ തിരിച്ചു വരുന്നത്. കാരണം ഓരോ മീഡിയ ഉണ്ടല്ലോ, കുറേ ലിങ്ക് ലാഗ് ആവും കുറേ. അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കുക. ഫിലിം ഇൻട്രസ്റ്റ് ആണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ് പോലെയുള്ള ഇത് കണ്ടായിരുന്നു. അപ്പോൾ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ട് ചെറിയ അല്ല ഞാൻ ചോദിക്കുന്നത്, മിക്കവരും ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ പല പല മീഡിയംസ് യൂസ് ചെയ്യും. ഇപ്പോൾ ജേർണലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്കൊരു പ്രശ്നമാണോ? ഇപ്പോൾ ഫിലിമിൽ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഒന്ന് സൈഡാക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ആക്ച്വലി പറഞ്ഞാൽ ഈ ലൈം ലൈറ്റ് എന്നുള്ള പരിപാടി എൻ്റെ മൈൻഡിലേ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ലീവ് ചെയ്യാന്നുള്ള തിങ്കിങ്ങേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കുറച്ച് പേര് അറിയുക അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമോ, എനിക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ കട്ട്സോ ഒന്നും ഞാനങ്ങനെ അധികം അങ്ങനെ ഇൻസ്റ്റയിൽ ഇടാറോ അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും വല്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇടുക എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രൊമോഷൻ കൈൻഡിൽ ഞാൻ ഭയങ്കര വീക്കാണ്. എനിക്ക് അങ്ങനെ അതിനോട് വലിയ ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ യെസ്, ഇപ്പം ഞാൻ നേരത്തെ പഠിച്ചുകൊണ്ട് ഞാൻ MBA ചെയ്തത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞാൻ ജോയിൻ ചെയ്തു ചുമ്മാ. കാരണം എനിക്ക്
പ്രൊഫഷണൽ ഈ പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ സംഭവം ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്, ഈ റേഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ MBA ചെയ്ത് കഴിഞ്ഞ ടൈമിൽ എല്ലാവർക്കും ജോബായി. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാം, എവിടെയാടാ ബ്രോ? ഞാൻ പറയാം എവിടെയുണ്ട്, നീ എന്താ പരിപാടി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലേസ്ഡ് ആണ്, $25,000 ആയാ ഇങ്ങനെയൊക്കെ പറയാം ആ ടൈമിൽ. അപ്പോൾ നീ എവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അല്ല അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തായിരുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പൈസ വയ്ക്കൊരു മടി ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചുമ്മാ ഡ്രൈവിന് പോയ സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കേട്ടു, ഇങ്ങനെ സുഫൈറ്റ്സ് റെഡ് എഫ്എമ്മിൽ ഒരു വേക്കൻസി ഉണ്ട്, RJ ആയിട്ടാണ്, ഓഡീഷനുണ്ട്, ഇങ്ങനെ ഒരു കോളേജ് സെൻറ്റ് ട്രേസസ് കോളേജിൽ വെച്ചിട്ടാണ്, ഇഷ്ടമുണ്ടെങ്കിൽ വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടോട് ചുമ്മാ പോയി അറ്റൻഡ് ചെയ്തതാണ്, ഫോർ ദ സേക്ക് ചുമ്മാ പോയതാണ്. അപ്പോൾ അങ്ങനെ കിട്ടി, അങ്ങനെയാണ് FML ജോയിൻ ചെയ്തത്. പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ എഡ്യൂക്കേഷൻ ലെവലിൽ പോയത്? അതായത് ഇങ്ങനെ പോകണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ലെവലിൽ എത്തണം എന്നുള്ളൊരു എയിമോട് കൂടി തന്നെയാണ്? എനിക്ക് അങ്ങനെ ഒരു എയിമോ ഇപ്പോഴും അങ്ങനെ ഒരു പ്ലാനോ അങ്ങനെ ഇന്നതാണ് എനിക്കൊരു, ഞാനൊന്നും പ്ലാൻ ചെയ്യോ ഡ്രീം ചെയ്യോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. റൈറ്റ് നൗ ഇഫ് യു ഹാപ്പി, നാളെ ചിലപ്പോൾ ഞാൻ തിങ്ക് ചെയ്യും, കാരണം നാളെ ഇൻ്റർവ്യൂ എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യണമല്ലോ. അതല്ലാതെ ഒരു ഗോളൊന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ. പക്ഷേ ഗോളുണ്ട്, ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, ദാറ്റ്സ് മൈ ഗോൾ. അതാണ് എൻ്റെ ഗോൾ. നടക്കുന്നുണ്ടല്ലോ അതൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. പഴയ റേഡിയോ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? റേഡിയോ ലൈഫ് ഞാനൊരു 5-6 ഇയേഴ്സ് ഞാൻ റെഡ് എഫ്എമ്മിലായിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കാറിൽ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചെയ്ത ഷോസൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ ഇല്ല. കാരണം ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന റോങ് നമ്പർ എന്ന് പറഞ്ഞ പരിപാടിയാണ്, ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അത് ഞങ്ങൾ മറ്റേ സ്വാഗ് പരിപാടിയായിരുന്നു, ഫുള്ള് സൗണ്ടൊക്കെ മാറ്റി. അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു സാച്ചുറേഷൻ അല്ല, അതിൻ്റെ ഒരു പീക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പോഴും എനിക്ക് പ്രാങ്ക് കോളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം വെറുതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രാങ്ക് കോള് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട്, അതായത് ചിലപ്പോൾ ഒരാളുടെ ഇമോഷനെ വെച്ചായിരിക്കും നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ആ ഒരു വെൻ റോങ് എന്നുള്ളൊരു സിറ്റുവേഷൻ വെൻ റോങ് ആവണം, അപ്പോഴാണല്ലോ വിജയം. നമുക്കത് വിഷമമായിട്ട് വന്നൊരു സിറ്റുവേഷൻ വന്നു ഇല്ല, കാരണം നമ്മളെ മാക്സിമം ചീത്ത വിളിക്കുമ്പോഴാണ് വിജയം. സാധാരണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ നമ്മുടെ ബോസ് ഫയർ ചെയ്യും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നമുക്ക് മാക്സിമം കോളിൽ തിരിച്ചിങ്ങോട്ട് ചീത്ത കേൾക്കുമ്പോൾ വെൽ ഡൺ മൈ ബോയ്, അടിപൊളി, പോരട്ടെ വർക്ക് ആവും. ഇല്ല, അത് നമ്മൾ മാക്സിമം കൊണ്ടുപോകും. ഇങ്ങനെ പയ്യെ കൊണ്ടുപോയി ലാസ്റ്റ് കോൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഹാപ്പി ആയിട്ടേ കോൾ വെക്കത്തുള്ളൂ. അവൾ മാക്സിമം നമ്മൾ ഇതിങ്ങനെയാണ്, അതിനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊന്ന് അവരെ ഇത് ചെയ്തിട്ട് മാത്രമേ കോൾ വെക്കത്തുള്ളൂ. പക്ഷെ അപ്പോൾ അവരും ചിരിക്കും, പിന്നെ അവരത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. സോ ദാറ്റ്സ് ലൈക്ക് തിരിച്ചിങ്ങോട്ടൊരു പ്രാങ്ക് കോൾ വന്നാലും അതേ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തോ? കോള് ഒരു സീരിയസ് ആയിട്ടൊരു കോള് പറഞ്ഞാൽ പോലും മേ ബി വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമോ? അതായത് ഇങ്ങോട്ട് പ്രാങ്കോ അങ്ങനെ കുറേ പേര് ചെയ്തു. പക്ഷേ നമ്മളിത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയല്ല, പണ്ട് ഈ സൂര്യയിലെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ പണ്ട് ഈ കോളർ ID ഫോണൊക്കെ ആണല്ലോ, അതിലൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്, നീ ഇങ്ങനെ സ്പീഡ് എടുത്ത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ FML എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഈ ഷോയിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കണം, ആ ഷോ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ആ ഷോ പല RJs ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനത്തെ ഷോകൾ വരുമ്പോൾ അത് ആ പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ ക്വാളിറ്റി ആണോ, അതായത് ഹോസ്റ്റിൻ്റെ ആണോ, അതോ ആ കണ്ടന്റിൻ്റെ ആണോ? അതായത് ഇപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ് ഒരു യൂണീക്ക് കൺസെപ്റ്റ് ആയിരുന്നു ആ സമയത്തും, ഇപ്പോഴും ആണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മൂർത്തിയേക്കാൾ വലിയ ശാന്തി ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള കണ്ടന്റിനേക്കാളും വാല്യൂ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനോ വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താ? ഇപ്പം കോണ്ടന്റ് ഇപ്പോൾ എല്ലാവരും കൊണ്ടൻ എന്നുള്ള പരിപാടിയാണല്ലോ. പക്ഷെ അതിലുപരി നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രാങ്ക് കോൾ ആണെന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷൻസ് നമ്മളെടുക്കും. ഇപ്പോൾ ചില അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും വിളിച്ചു പറഞ്ഞാൽ, ചേട്ടാ എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി, ആളെ പറ്റിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അവർ പറഞ്ഞും തരും നമുക്ക്. അത് വെച്ച് നമ്മൾ പറയും. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ അടിച്ച് കൗണ്ടർ അടിച്ച് ഇങ്ങനെ ട്രാക്ക്, ഇത് സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവാം, പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ ഒന്നും വർക്കാവത്തില്ല. ഈവൻ ഇൻ്റർവ്യൂ പോലും എനിക്ക് ഓൺ ദ ഫ്ലോ പോവുകയാണ് ഞാൻ. അപ്പോൾ അതിങ്ങനെ കൗണ്ടർ അടിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതിലാണ് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്തതെന്ന് അനുസരിച്ചിരിക്കും എന്നാണ് ഞാൻ
ബിലീവ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ മോർ ദാൻ ഇപ്പം സെബിൻ പറഞ്ഞ പോലെ ആ ഒരു ഫാക്ടറിനെ കാട്ടി. RJ മഞ്ജു ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെഷനകത്ത് പറയുന്നുണ്ട്, അതായത് ഒരു ഫാബ് അവരെ കാണിക്കണം എന്നൊരു കാര്യം. അതായത് പ്രൊഡ്യൂസറിനല്ല, ആ ഒരു ചെയ്യുന്ന ആളെ കാണിച്ച് അവരുടെ ഒരു അപ്രൂവൽ എടുക്കണം എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു പ്രാങ്ക് കോളിന്റെ കാര്യങ്ങളും അതും ഒന്നും നമ്മൾ അപ്രൂവൽ, അതിപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നൊരു ഒരു കാര്യം കാരണവശാലും അല്ല, അങ്ങൊന്നുമില്ല. പ്രാങ്ക് കോളിനകത്ത് ആരും ഇടപെടില്ല. ഇല്ല. അത് നമുക്ക് തന്നെ വരുന്നു, നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നു, നമുക്ക് തന്നെയാണ്. ഫടാഫട്ട് സംഭവം അടിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു, കട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്, എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സ് എഡിറ്റ് ചെയ്യും, വിടുന്നു, BGM കയറ്റുന്നു, വിടുന്നു. പണ്ടുള്ള കോമഡി സ്കിറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കുറേ അതിനകത്ത് പറഞ്ഞിരുന്ന അന്ന് ആൾക്കാർ രസിച്ചിരുന്ന പല തമാശകൾ ഇന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുകയും അങ്ങനെ അതായത് ബോഡി ഷെയ്മിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാങ്ക് ഒരാളെ നമ്മൾ പറ്റിക്കുക എന്ന് പറയുന്നതിനെ നമുക്ക് അത് എത്രത്തോളം പൊളിറ്റിക്കലി ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു എടുക്കാൻ പറ്റും? അതിൻ്റെ ഒരു വ്യത്യാസം, അത് ഇപ്പോൾ ഈ പ്രാങ്ക് കോൾ എന്ന് പറയുമ്പോൾ സ്റ്റേജ് ഷോ അല്ല, നമ്മൾ ഒരാളെയും പ്രസൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഒരു TV-യിൽ പോകുന്ന പരിപാടിയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 people. അവിടെ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇറ്റ്സ് എ റിയൽ കോൺവെർസേഷൻ പോലെ ആൾക്കാർ എടുത്തോളും, അല്ലാതെ അത് സ്ക്രിപ്റ്റ് അല്ല. ഇപ്പം സെബിൻ പറഞ്ഞ പോലെ കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയിലാണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ ആ പരിപാടികളൊക്കെ വരും. ഇത് സ്പോണ്ടേനിയസ് വരുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ബീപ്പ് ചെയ്യും, കട്ട് ചെയ്തും വിടുന്നു. ഇപ്പോൾ ഞാൻ സെബിനും വിളിക്കുക, സെബിനെ ഞാൻ വിളിച്ചിട്ട് ഹലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ചേട്ടായി ഞാൻ കട്ടപ്പനയെന്നാണ് വിളിക്കുന്നത്, ചേട്ടായുടെ വീടിനെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ സൗണ്ടിൽ സെബിനെ കട്ടപ്പനയെന്ന് വിളിക്കുന്നത് പറഞ്ഞാൽ ആടാ ചമ്പ് പോടാന്ന് പറയും. പക്ഷെ നമ്മൾ സൗണ്ട് മാറ്റി വിളിച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ വലിയ ഇത് വരത്തില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ തരികിട അതൊക്കെ നമ്മൾ നോർമലി വിഷ്വലൈസ് ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും ഉറപ്പായിട്ടും അതൊക്കെ. അപ്പോൾ അതൊക്കെ മേ ബി ഇതിന് ഇൻസ്പയർഡ് ആയിട്ടല്ലോ, അതൊക്കെ ഇതിന് മുന്നേ വന്നതാണെന്ന് തോന്നുന്നു. അതെ 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 അതെ, അതൊക്കെ അല്ലായിരുന്നു ഫസ്റ്റ് ഹിറ്റ് പരിപാടി. ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് അത് രസമായിരുന്നു. അതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടിയത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇപ്പോൾ ടിവിയിലും ഇപ്പോൾ നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആങ്കർ മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാനടാ എന്നോട് ഇന്റർവ്യൂ വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് പ്രാങ്ക് അല്ലേ അത്, പല രീതിയിൽ അഡാപ്റ്റ് ചെയ്യും. അത് സ്ക്രിപ്റ്റഡും ആവാം ഒറിജിനലും ആവാമല്ലോ. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ റോങ് കോളിൻ്റെ കാര്യമല്ല പറയുന്നത്, അതല്ലാതെ ഇപ്പോൾ ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും അത് അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ. ഇറ്റ് ഇസ് വെരി വിസിബിൾ. ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ സെൻസ് ഉണ്ടല്ലോ. പണ്ട് എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ഇതുപോലുള്ള യൂട്യൂബോ മീഡിയമോ ഒന്നും ഇല്ലായിരുന്നു, TV-യിലുള്ള പരിപാടികളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ കോമഡി ആണെങ്കിലും എന്ത് കോണ്ടന്റ് ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെക്കാട്ടിലും ബോധവും വിവരവുമുള്ള എത്രയോ ആൾക്കാരുണ്ട്, യൂട്യൂബേഴ്സും ഒക്കെ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ ബിഫോർ വി ഡെലിവർ എ കോണ്ടന്റ്. ഇപ്പോൾ ഹിറ്റാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്താലാണ് ഒരു ഇപ്പം ഹിറ്റാകുക പറഞ്ഞാൽ മാക്സിമം വൈറലാകുന്നില്ലേ? വൈറലാകാനാണെങ്കിൽ എന്ത് വേണമെങ്കിലും കോണ്ടൻസ് ചെയ്യാമല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്തും ചെയ്ത് വൈറലാകുന്നെങ്കിലും ബെസ്റ്റ് നമുക്കൊരു സെർട്ടൺ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു കോൺസിസ്റ്റൻസി വരും, നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിന് പകരം പെട്ടെന്ന് ഒരു ദിവസം, ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പെട്ടെന്ന് നമ്മൾ വന്ന് 100-ൽ വീണാൽ 1 തൊട്ട് 99 വരെയുള്ള 1 to 99 വരെയുള്ള കോൺടാക്ട്സ് നമുക്കില്ല, 100-ൽ മാത്രമേ ഉള്ളൂ. പക്ഷേ 0-ൽ നിന്ന് 100-ലേക്ക് വന്നുള്ളൊരു ഗുണം എല്ലാവരുമായിട്ട് നമുക്ക് കോൺടാക്റ്റായി ആ ഒരു സ്വാഗ് കീപ്പ് ചെയ്ത് 100-ലെത്താം. സോ അത് വൺ ഡേ നമുക്ക് വൈറലാകാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല, അതിനൊരു ഇത് വേണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം. എന്തും ചെയ്ത് ചുമ്മാ വൈറലായിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ അതിന് നെഗറ്റീവ് വരാം, അതിലൊക്കെ ബെറ്റർ ഒരു സർട്ടൻ സ്റ്റാൻഡേർഡിൽ വളരെ ഇതായിട്ട് പോകുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ VJ ലെവലിൽ വന്നായിരുന്നു, അവിടുന്ന് ഫിലിമിലോട്ട് അങ്ങനെ കുറേ ഇതിലോട്ട് എത്തി. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കൊത്ത മൂവിക്കകത്ത് ഒരു ഡബിങ് കാര്യങ്ങളും അതും വില്ലൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പൊസിഷനുള്ള ഒരു രീതിയിൽ തന്നെ ചെയ്തു. ആ ചെയ്ത ആ ഒരു റോള് കിട്ടിയത് ഇതുപോലെ റെഡ് FM എന്ന് നമ്മുടെ RJ ആയിട്ട് നിന്ന സമയത്ത് വോയിസിലുണ്ടാക്കിയിട്ടുള്ള മോഡുലേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം കണ്ടത് കൊണ്ട് ആ ചെയ്തതിൻ്റെ ഒരു ഇതിലാണോ ഇങ്ങനെ ഒരു റോള് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ഒരു ഡബിങ് എന്ന് പറയുന്ന ഒരു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടോട്ടെ. ഇപ്പം നമ്മൾ ഈ ഓരോ ചാനലിൽ ഓരോന്നൊക്കെ വെക്കുമ്പോൾ ഞാനത് റിമോട്ട് മ്യൂട്ടാക്കും, എന്നിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പോൾ പണ്ടത്തെ സിനിമകൾ ടൈറ്റാനിക് അതുപോലുള്ള മൂവികളൊക്കെ ഉണ്ടല്ലോ, അത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം ഭയങ്കര മോനെ വരുവ കപ്പൽ മുങ്ങാൻ പോകുന്നു ഓടിച്ചല്ല, അയ്യോ ഐസ് കെട്ടാ, അയ്യോ വെള്ളം മുങ്ങാൻ പോകും, ഈ സാധനമൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ ട്രൈ ഞാൻ ചെയ്യുമായിരുന്നു. നമ്മൾ കോളേജിലുള്ളപ്പോഴും ഹോസ്റ്റലിലുള്ളപ്പോഴും ഒക്കെ ഐ യൂസ് ടു ഡൂ ദിസ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഭ്രമമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ കഴിവ് കുറച്ചും കൂടെ പോളിഷ് ചെയ്യാൻ പറ്റിയത്
നമ്മൾ FM-ലും മീഡിയയിലും വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന് ചാൻസസ് ആയി. ആ ഒരു 5 years നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ പോളിഷ്ഡ് ആവും, ഈവൻ നമ്മളുടെ ക്യാരക്ടറാണെങ്കിലും അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് പരിപാടിയാണെങ്കിലും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതിലേക്ക് അങ്ങ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയത് ആ ഒരു ചാൻസ് കിട്ടിയത് ആക്ടിങ് ആണോ അതോ ഈ പറയുന്ന ഇപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ആക്ടിങ് എന്നുള്ള രീതിയിൽ ചെറുതിലേ മുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ലേ? അങ്ങനില്ല, എനിക്ക് മീഡിയയിലാണ് താല്പര്യം. സംതിങ് അതിൻ്റെ റീസൺ വേറൊന്നുമുണ്ടല്ല. മീഡിയ ആകുമ്പോൾ ഈ Monday to Friday ജോബ് പോലല്ലല്ലോ, അതുകൊണ്ട് അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സിനിമ ആക്ട് ചെയ്യണം അങ്ങനെ എനിക്ക് വളരെ, ഞാൻ ആക്ച്വലി കുറച്ച് ലേസിയാണ്, പക്ഷേ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിനിമം എഫേർട്ട് ആൻഡ് മാക്സിമം ഔട്ട്പുട്ടാണ് എൻ്റെ ഒരു പരിപാടി. ഓക്കെ, Monday to Friday എന്നുള്ളത് കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ Monday to Sunday എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തി. പക്ഷേ എല്ലാ ദിവസവും ഇല്ല, ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ 1/2 മണിക്കൂറേ ആ ഷൂട്ടുള്ളൂ. ബാക്കി ഫുൾ ഡേ പോസ്റ്റ് ആണെങ്കിലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണമായിരിക്കും പല മീഡിയ. എന്നാൽ അവിടെ വർക്കായിട്ട് വരുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. പക്ഷേ എന്നാൽ ആ 1/2 hour നമ്മൾ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് ചെയ്യാന്നുള്ളൂ. ക്ഷമയുള്ള മനുഷ്യനായിരിക്കണം. അത് പഠിക്കും, അത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുമല്ലോ. അത് നമ്മൾ കുറേ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈവൻ ആക്ടേഴ്സിനും ഒക്കെ അത് ബാധകമല്ലേ. അപ്പോൾ VJ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഇൻ്റർവ്യൂവിനകത്ത് ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ കണ്ടതാണ്. അതായത് ലാലേട്ടൻ്റെ പഴയകാല ഒരു പിക്ചർ കാണിച്ചിട്ട്, അപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും ഞെട്ടുന്നുണ്ട്, ഓ വാ ഇത്രയും പഴയ ഒരു ഇമേജ് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ. ആക്ച്വലി അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷൻ അത് ശംഭു തന്നെയായിട്ട് ചെയ്യണതാണോ അതോ ലൈക്ക് മീഡിയ ലൈക്ക് ചാനൽ തന്നെയാണോ അതിൻ്റെ എല്ലാം ചെയ്തു തരുന്നത്? അത് നമ്മളായിട്ടൊരു സെൽഫ് പ്രിപ്പറേഷൻ ഒരു ടീം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യും, ഞാൻ പ്രിപ്പയർ ചെയ്യാതിരിക്കില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത് സ്പൈക്ക് പോയിന്റ്സ് ഒക്കെ അയച്ചിട്ട് വെച്ച് നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെക്കും. തീർച്ചയായിട്ടും അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു ടീം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ, അപ്പോൾ അത് നമ്മളെടുക്കും, അവരും എടുക്കും, അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഫൈനലി ഒരു പ്രൊഡക്റ്റ് ആകും, എന്നിട്ട് നമ്മളും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാരുടെ പ്രിപ്പറേഷൻ പോലെ തന്നെ ചാനലിന്റെ പ്രിപ്പറേഷനും അതേ കണക്ക് തന്നെ വേണം, എങ്കിലാണ് നമുക്ക് ആ ചാനലിന്റെ പ്രിപ്പറേഷൻ. അതിനകത്തുള്ള ഞങ്ങളുടെ ചാനലിനൊക്കെ ജിഞ്ചർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളം ആൾക്കാരേ ഉള്ളൂ, കയ്യിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒരു 4-5 പേരേ ഉള്ളൂ ഇത് മെയിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ആയത്. അപ്പം ആൾക്കാർ കുറവാകുമ്പോൾ എഫേർട്ട് കൂടും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇറ്റ് ഈസ് ഗോയിങ് ഗുഡ്. ഇപ്പോൾ ഒരു 5 years ആയിട്ട് വളരെ പീസ്ഫുള്ളി പോകുന്നുണ്ട്. അതെ, RJ ശംഭു എല്ലാ ഇന്റർവ്യൂസിനകത്തും ഒക്കെ പറയുന്നതാണ് നെയിമിന്റെ കാര്യം. ഞാൻ പറയാറില്ല, അല്ലല്ല പറയാറുണ്ടല്ലോ, ചോദിക്കാറുള്ള കാര്യമാണ് ഈ നെയിം ഭയങ്കര ഇതാണെന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ നെയിമിന്റെ കാര്യം ചോദിക്കുന്നില്ല, പകരം ചോദിക്കാനുള്ളത് RJ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളത് ഇട്ട് കൊടുത്ത് കാണിക്കുമ്പോഴാണ് നെയിം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. RJ ശംഭു എന്ന് പറയുന്നതിനെക്കാട്ടി RJ ശംഭു എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇതാണ് ആളെന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു ഇതില് ആക്ടറായി ഫിലിമിൻ്റെ ഒരു വലിയൊരു ഒരു സൂപ്പർ സ്റ്റാറായി മാറി എന്നുണ്ടെങ്കിൽ നെയിം മാറ്റിയിട്ട് RJ മാറ്റിയിട്ട് വെറും ശംഭു അല്ലെങ്കിൽ വേറൊരു നെയിമിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെയല്ലേ? അങ്ങനെ ഈ 5 years, ഞാനിപ്പോൾ ഒരു 5 years ആയി FM-ന്ന് ഇറങ്ങിയിട്ട്, അല്ല 4 years ആയി. അപ്പോൾ തന്നെ നമ്മൾ മാറ്റേണ്ടതല്ലേ? പക്ഷെ എന്നാലും നമ്മൾ VJ-യിലാണ് ആ ഒരു ഏറെക്കുറെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പം മമ്മൂക്ക പോലെ അല്ലെങ്കിൽ ലാലേട്ടൻ പോലെ അല്ലെങ്കിൽ പൃഥ്വി പോലെ ആ ഒരു ലെവൽ എത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ ഈ RJ എന്ന് പറയുന്നത് കൊണ്ട് നടക്കാനുള്ള ചാൻസ്. അതിനെന്താ, നമ്മുടെ ബേസ് എപ്പോഴും നമ്മൾ നോക്കണമല്ലോ. ബേസ് എൻ്റെ ഫസ്റ്റ് ആക്ച്വലി FM ആയിരുന്നു, റെഡ് FM ആയിരുന്നു. സോ അതാണല്ലോ അങ്ങനെ പൈ നമ്മൾ ഗ്രോ ചെയ്ത് വന്നത്. അപ്പോൾ ഐ ഓൾവേസ് ലവ് ടു കീപ് ദാറ്റ് നെയിം. അല്ലേ, നമ്മൾ ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. വന്ന വഴി ഞങ്ങൾ മറക്കാം. അത് കഴിഞ്ഞൊരു ബിരിയാണി മേടിച്ചിരുന്നായിരിക്കും അല്ലേ? അല്ലേ വിഷ്ണു ബ്രോ? അത് വേണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ആക്ടറാണ്, RJ ആണ്, പിന്നെ ആങ്കറാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ ചെയ്യാൻ പറ്റുമോ? അത് ഓബിയസ്ലി Monday to Friday ജോബല്ല, എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ജോബാണ്. അങ്ങനെ ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് ഏറ്റവും കംഫർട്ടബിളും എനിക്ക് ഏറ്റവും പുള്ള് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ക്രൗഡിൽ ആ ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിപ്പോൾ ഒരു റിയാലിറ്റി ഷോ ആയിരിക്കാം, ഒരു 1-on-1 ഇൻ്റർവ്യൂവിലുപരി. ഇൻ്റർവ്യൂ ഓഫ് കോഴ്സ് ഐ ലവ്. കാരണം കുറേ കാലം ഒരേ പരിപാടി ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു കുറച്ച് നമുക്കറിയാവുന്ന ആളെ ആകുമല്ലോ തീർച്ചയായിട്ടും. അത് ഓഫ് കോഴ്സ് ചെയ്യാം. അതല്ല നോക്കുമ്പോൾ എനിക്കൊരു കുറേ ക്രൗഡിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കീപ് ദം ഒരു എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ മിമിക്രി ആവാം, അല്ലെങ്കിൽ കോമഡി
സ്റ്റാൻഡപ്പ് കോമഡിയിലുപരി ചിലപ്പോൾ ഇപ്പം നമ്മളുടെ എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കാം, പിന്നെ കുറച്ച് മിമിക്രി ആവാം, അല്ലെങ്കിൽ കുറേ സാധനങ്ങളാവാം. ഞങ്ങൾ കുറേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരെ ഒന്ന് പെപ്പപ്പ് ആക്കുക. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതാണ് ഏറ്റവും കംഫർട്ടബിൾ. ജോഷ് ടോക്ക് ഭയങ്കര ജോഷായിട്ട് ചെയ്താണല്ലോ ഇപ്പോൾ. അത് പക്ഷെ അങ്ങനല്ലല്ലോ. അത് ഒരു സർട്ടൻ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റോറി പറയുമല്ലേ, ഇങ്ങോട്ടൊരു റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കോളേജിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഇസ് ഡിഫറെൻറ്റ്. നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പം ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് കണക്കിന് മച്ചാൻ കണക്ക് തോറ്റിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ഇന്ററാക്റ്റീവ് യു ഫീൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് വീണ്ടും നമ്മൾ യങ് ആവുന്നൊരു ഫീൽ കിട്ടും അല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോഴും വീണ്ടും വെൻ വി ഗോ ബാക്ക് ടു ദ കോളേജസ് വി ഫീൽസ് ലൈക്ക് വി ആർ യങ് അല്ലേ. അല്ലെങ്കിൽ സെബിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അതെ അതെ നല്ല യങ്ങാന്നല്ലേ. അല്ല, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ ചോക്ലേറ്റ് ബോയ് ചാക്കോച്ചന്റെ അതേ രീതി ആൾക്കൊരു വെല്ലുവിളിയാണോ ശംഭു? അയ്യോ എൻ്റെ പൊന്നെ അല്ലേ, അതായത് 5 വർഷം മുന്നേ കണ്ട അതേ ലുക്കാണ് ഇപ്പോഴും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ശരി, ഇതിനും ഒരു ബിരിയാണി മേടിച്ചു തന്നേക്കാം. അപ്പൊ രണ്ടായി രസമുണ്ടെന്നല്ലേ. അയ്യോ, ഞാനൊരു കാര്യം വീണ്ടും വിട്ടുപോയി. എല്ലാ പ്രാവശ്യം വിട്ടുപോകുന്ന കാര്യമാണ്. നമുക്ക് RRR എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഇന്റർവ്യൂ പോലും കണ്ടിട്ടില്ലല്ലേ നമ്മുടെ? അതെ പറഞ്ഞു. ഓക്കെ, ഇന്റർവ്യൂവിലുപരി ഈ ഷോർട്സ് ആണല്ലോ കൂടുതൽ പോപ്പുലർ അല്ലേ. ഇപ്പൊ നമ്മളൊരു യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വ്യൂസ് ചിലപ്പോൾ വരുന്ന യൂട്യൂബിനെക്കാട്ടിലുപരി ഫേസ്ബുക്കിൽ അതിന്റെ കട്ട്സ് പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഷോർട്സ് പോകുമ്പോഴായിരിക്കും. ആ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർ പോയി ഇതിന്റെ റിയൽ ഇന്റർവ്യൂ ക്ലിക്ക് ചെയ്യുന്നത് യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെ, റീലൊന്നും പോയിട്ടില്ല നേരെ. അപ്പോൾ RR എന്ന് പറയുമ്പോഴത്തേക്കും റിവീലിംഗ്, റിയലൈസേഷൻ, റെസൊല്യൂഷൻ, 3 സെഗ്മെന്റ് ഉണ്ട്. അതിനകത്ത് റിവീലിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ ശംഭുവിന് എന്താണ് റിവീൽ എന്ന് വെച്ചാൽ അറിയാത്തൊരു കാര്യം ഇത് കൂടെ വന്ന് പൊട്ടിക്കുക എന്നുള്ളൊരു കാര്യമല്ല, എന്താണെങ്കിലും പറയാം. പക്ഷെ ഞാൻ അധികം ഓക്കെ റിവീൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും കാര്യം ആർക്കും ഇപ്പം സ്റ്റാർസ് ഒന്നും അല്ലല്ലോ നമ്മൾ. വി ആർ ജസ്റ്റ് ഞങ്ങൾ സ്റ്റാർസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ചില ആൾക്കാരാണ്. പക്ഷെ അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങളുടെ ബാക്ക് ലൈഫ് അല്ലെങ്കിൽ അതെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതെ, ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ വളരെ സമാധാനത്തോടു കൂടി ഹാപ്പി ആയിട്ട് എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ ഭയങ്കര ചിലപ്പോൾ ബ്ലാസ്റ്റ് ആയിരിക്കും, ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പീസ്ഫുള്ളായിട്ട് വളരെ കാമായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ആ ഒരു സോണിലായി കഴിഞ്ഞാൽ ഞാൻ അവിടെ മറ്റേ എക്സ്ട്രീം പോവും. അതാണ് ഇപ്പോൾ പലരും ഡിഫറെൻ്റ് അല്ലേ. പല ആൾക്കാരെന്ന് പറയുമ്പോൾ ചിലരുണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴും ഇൻ്റർവ്യൂ നിൽക്കുമ്പോഴും ഒരുപാട് ചാനൽസ് ഉണ്ടാവും. ഇപ്പം ഇപ്പം ഞാനൊക്കെ പറഞ്ഞാൽ വളരെ ഇങ്ങനെ, അപ്പോൾ ചിലരുണ്ടാവും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഐ എം നോട്ട് ഇൻ ദാറ്റ് സെഗ്മെൻറ്റ്. അല്ല അത് നിങ്ങളത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ ഈവൻ ഇങ്ങനെ ആയിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ട് ചിലപ്പോൾ അവൻ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് ഓർക്കും. പക്ഷേ ഒരു കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് അവരുടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. സോ അത് റിവീൽ ചെയ്ത് പോരെ. ഓക്കെ അല്ലേ? എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചോ റിവീൽ ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, നമ്മളായിട്ട് പുഷ് ചെയ്തൊന്നും പറയിക്കത്തില്ല. അല്ല അത് കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ ആസ്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്താൽ. ഇല്ലില്ല, നമ്മളൊന്നും കട്ട് ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതെ, മുഖമുദ്ര അതാണ്, കട്ട് ചെയ്യാതെ പോവുക എന്നുള്ളതാണ്. അപ്പം റിവീലിംഗ് അപ്പോൾ ഈ ഒരു രീതിയിലേ ഉള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിച്ച റിവീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടായ ഒരു അനുഭവമായിരിക്കാം മേ ബി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അതായത് ഞാൻ ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളൊരു ഇന്റർവ്യൂറായിട്ടിരുന്ന് ചോദിക്കും. അല്ലാതെ എൻ്റെ വിശേഷങ്ങൾ പോയിരുന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പറയത്തില്ല. അപ്പോൾ എനിക്കുണ്ടായ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു എന്താണെങ്കിലും അത് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ബാഡായിട്ട് വന്നൊരു കാര്യമായിരിക്കാം, എന്താണെങ്കിലും അത് വർക്ക് റിലേറ്റഡ് ആയിരിക്കാം. ഇപ്പോൾ മുൻപ് വർക്ക് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സ്റ്റാൻഡപ്പിൽ കുറെ ആൾക്കാരോട് സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ പുറകിലേക്ക് വലിക്കുന്ന ഒരു കാരണമുണ്ടോ? ഇപ്പോഴും അത് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു ആക്ടിവിറ്റി? ആ ക്രൗഡായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പക്ഷേ അത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, എത്രയോ എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്കിന് ചെല്ലുമ്പോഴോ നമുക്ക് ആൾക്കാർ കിട്ടുന്നൊരു
ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് അല്ല അവർ നമുക്ക് തരുന്നൊരു വാവ് ഫാക്ടർ. അതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്, മോർ ദാൻ എനിത്തിങ്. അപ്പം നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മോർ ദാൻ ദ വ്യൂ, മോർ ദാൻ ദ സബ്സ്ക്രൈബർ, വൈറൽ, അതിലൊക്കെ ഉപരി നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ ഡയറക്റ്റ് റെസ്പോൺസ് ആണ് കൂടുതൽ. ഈ അപ്രിഷിയേറ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന അപ്രിസിയേഷൻ ആരെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും? അങ്ങനെയൊന്നുമില്ല ബ്രോ. കുറേ എല്ലാവരും ഒരു പറയുമ്പോൾ എല്ലാവരും വളരെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ എല്ലാവരും ഒരേപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി വന്ന് അപ്രിഷിയേറ്റ് ചെയ്യണതും ഒരു സാധാരണക്കാരൻ വന്ന് അപ്രിഷിയേറ്റ് അല്ല ബ്രോ ചോദിച്ചത് ഏറ്റവും വളരെ, അതായത് വിഷ്ണു ചോദിച്ചത് അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ഏതാണെന്നല്ലേ. മമ്മൂക്ക വന്നിട്ട് പറയണം, ഓ വെൽ ഡൺ, ഇത് ഭയങ്കര ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇന്റർവ്യൂ അടിപൊളി. അല്ല അങ്ങനെ ഇപ്പോഴും ഈ കോളേജസിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഒരു വൈബ് കിട്ടുന്നത്. അപ്പോൾ അവർ ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരു ടോക്ക് കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പ്രിൻസിപ്പൾസ് ഉണ്ടാവില്ല, അവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മളടുത്ത് പറയും. അതാണ് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർ വന്നിട്ട് പറയും, നോർമലി ഇവിടെ സെലിബ്സൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് 5 മിനിറ്റൊക്കെ സംസാരിക്കുള്ളൂ, റിബൺ കട്ട് ചെയ്യും, ഇവിടെ വന്ന് നിൽക്കും, പോകും, ആൻഡ് ഞങ്ങളൊരു കുറേ ഹൈ പേ ഒക്കെ കൊടുക്കും. പക്ഷേ ബ്രോ വന്നിട്ട് ഇത്രയും ഇങ്ങനെ ഒരു 40 മിനിറ്റ്സ് അവരെ നിന്ന് ചാർജ് ആക്കി, അത് അടിപൊളിയാണ്. ഇത് അവർ മൈക്കിൽ കൂടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെ, നമ്മൾ വന്നെങ്കിൽ അവർ ഹാപ്പി ആയി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് ലീവ് ഹാപ്പി വിത്ത് ഹാപ്പി പീപ്പിൾ ഹു ക്യാൻ മേക്ക് യു സ്മൈൽ എവറി ടൈം. ആൻഡ് ഇടയ്ക്ക് ഇതുപോലെയൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ വെക്കുക, എപ്പോഴും ഈ പഠിത്തം മാത്രമല്ലാതെ. അപ്പോൾ ദേ ആർ ഹാപ്പി, ഈവൻ ദ ഫാക്കൽറ്റീസ് ആർ ഹാപ്പി. അതെനിക്കൊരു അപ്രീസിയേഷൻ, അത് എനിക്ക് കുറേ അധികം കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം. കാരണം പണ്ട് നമുക്ക് ഫാക്കൽറ്റീസ് ഇത്ര അപ്രീസിയേഷൻ തന്നിട്ടില്ല. അത് അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഉള്ളൊരു ഏറ്റവും എനിക്ക് ഹാപ്പിനെസ് കിട്ടിയ കാര്യം നമ്മൾ പഠിച്ച കോളേജിൽ വീണ്ടും ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അത് എനിക്ക് തോന്നുന്ന 2 കോളേജ്, ഞാൻ UG ചെയ്ത കോളേജാണെങ്കിലും PG ചെയ്ത കോളേജാണെങ്കിലും എനിക്ക് പിന്നെയും പോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം പിന്നെയും പോയി എന്തെങ്കിലും ഇനാഗ്രേഷനോ, പക്ഷെ അതൊരു വാവ് ഫീലാണ്. വി ട്രീറ്റ് ലൈക്ക്, അല്ല നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, ഈവൻ അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും. അപ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് പരിപാടിയാണ്. അത് ശരി, ഒരു അഭിമാനം തോന്നുന്നു. എന്തായാലും അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് മൈക്കിൽ കൂടെ നമ്മളെ പറ്റി മോശം പറയില്ലല്ലോ. ശംഭു വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് അവൻ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നെ എഴുതിപ്പിച്ചിട്ടില്ല, ഫസ്റ്റ് സെക്കൻഡ് എന്നെ എഴുതിപ്പിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ ഒരു ടൈം ആയിരുന്നു. അല്ല എനിക്ക് PGക്ക് മാത്രമേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. PG കുറച്ച് ഇവിടെ കൂടെ ആയപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയൊക്കെ ആയപ്പോഴേ മാത്സ് സീനായിരുന്നു. എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണ്? റിയലൈസ് ചെയ്തോ? അതായത് റിയലൈസേഷൻ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം മേ ബി അത്. അല്ലാതെ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ പോപ്പുലാരിറ്റി എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, നമ്മളൊക്കെ പണ്ട് കുഞ്ഞിലെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫെയിം, വാവ്, അതിങ്ങനെയെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ അതിൽ എനിക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു ബെസ്റ്റ് റിയലൈസേഷൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ട് എന്താണ് ആക്ഷൻ എന്ന് വെച്ചാൽ ഓക്കെ, പക്ഷെ അത് മാത്രം നമ്മൾ എയിം ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമുക്ക് ഉദ്ദേശിച്ച് നമ്മൾ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അത് വരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതിലാണ് ഇപ്പോൾ ഫെയിമിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. അതും കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം. പിന്നെ സ്റ്റേ ഗ്രൗണ്ടഡ്, വെരി സ്റ്റേ ഗ്രൗണ്ടഡ്. മുമ്പ് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. നമ്മൾ ആഗ്രഹിക്കും, പണ്ട് കുഞ്ഞാരൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ, അങ്ങനെ മറ്റേ സംഭവം നമുക്ക് തെറ്റാകണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. അതിൻ്റെ ഒന്നും കാര്യമില്ല. ജസ്റ്റ് പിന്നെ റിയലൈസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം. ഇപ്പം ചില മോട്ടിവേഷണൽ ക്ലാസ്സൊക്കെ എടുക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്, ഡ്രീം, ഫോക്കസ്, മോട്ടിവേഷൻ, നിങ്ങളിങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഡ്രീം ചെയ്യുക. അങ്ങനെ ഡ്രീം ചെയ്യണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഡ്രീം ചെയ്താൽ പോരെ. മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം ഒന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. മോട്ടിവേഷൻ, നോ വൺ ക്യാൻ മോട്ടിവേറ്റ് യു. നോ വൺ ക്യാൻ മോട്ടിവേറ്റ് യു. പക്ഷെ ആക്ച്വലി ഈ ജോഷ് ടോക്കിൽ പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് നെക്സ്റ്റ് ഒരാൾക്ക് അതുപോലെ മോട്ടിവേഷൻ, ദാറ്റ് ഇസ് ദെയർ. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പം വിഷ്ണുവിൻ്റെ അടുത്തോ ജിഞ്ചുവിൻ്റെ അടുത്തോ സെബിൻ്റെ അടുത്തോ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ മോട്ടിവേറ്റ് ആവാം. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഡ്രീം വേണം, ഫോക്കസ് വേണം, മോട്ടിവേറ്റ് ചെയ്യണം, അതിലൊന്നും ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യമല്ല. ഇപ്പം ചെയ്യുന്ന കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അടിപൊളിയാവും. അല്ലാതെ ഓവറായിട്ട് ഡ്രീമും പിന്നെ ലൈഫിൽ എനിക്കൊന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്.
ഒരുപാട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്കൊരു രസമുണ്ട്, അതിനൊരു സുഖമുണ്ട്, ഒരു കിക്കുണ്ട്. ദാറ്റ്സ് വാട്ട്. ഇത് അൺപ്ലാൻഡ് അല്ലേ? ഏതാ അല്ല, ഇത് ഇച്ചിരി പ്ലാൻഡ് ആയി പോയി. എന്നാലും ഏതാ നമ്മുടെ ഈ ഒരു സെഷൻ ഈ സെഷൻ അല്ലേ? അത് ശരി, അൺപ്ലാൻഡ്. പ്ലാൻഡ് ആയി പോയി. 3 മാസത്തെ പ്ലാൻ. 3 മാസത്തെയോ? 3 മാസം ഇല്ല. നമ്മൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന 3 മാസം മുന്നേ ആണോ? ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം കൂടുതലായി. അതെ അതെ. ഞാൻ ഫസ്റ്റ് ഓഗസ്റ്റ് 15 ആണ്. തിരക്കുള്ള വ്യക്തികളാണ്. മനസ്സിലാക്കണം നമ്മൾ. അതെ വിഷ്ണു ബ്രോ. ഓക്കെ, അപ്പോൾ 2 സെഗ്മെന്റ് ഈസി ആയിട്ട് പാസ്സായി. അടുത്തത് ഇതിനെന്താ ഗിഫ്റ്റ്? ഗിഫ്റ്റ് അപ്രിസിയേഷൻ, അതാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ ഒക്കെ. പിന്നെ അടിപൊളിയല്ലേ ഇത്? ഓക്കെ, അപ്പോൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഞാനായിട്ട് എല്ലാവരെയും കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മൊത്തത്തിൽ എന്തെങ്കിലും കറക്ഷൻ വരണം എന്നുള്ളത്. ഞാനായിട്ട് ഒരാളെയും കറക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് അവർ തോന്നി കറക്റ്റ് ചെയ്യുമല്ലേ. ദേ ഷുഡ് ഫീൽ ലൈക്ക് ദേ ആർ ഡൂയിങ് റോങ് എന്ന് തോന്നിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ടിപ്സോ അല്ലെങ്കിൽ അങ്ങനെ. ദാറ്റ്സ് ഫൈൻ. ഇപ്പം ആങ്കറിംഗിലേക്ക് ആദ്യം വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ തന്നെ ഇപ്പോൾ RJ ഓഡീഷൻ പോകുന്നവരുണ്ട്. അവർ ചിലപ്പോൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു RJ, ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് RJ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് RJ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ്സ് ബാഡ് FM ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്നത് പാട്ടാണ്, എല്ലാവർക്കും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു, ഇനി അടുത്ത് വരാൻ പോകുന്ന പാട്ട് കേൾക്കൂ ഇങ്ങനെ പറയുന്നവരുണ്ട്. ദിസ് ഇസ് ടിപ്പിക്കൽ RJ. പക്ഷെ അതിന് പകരം ബ്രോ എന്താണ് പരിപാടി, എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ. ഞാൻ ആക്ച്വലി ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഈ ട്രീറ്റൊക്കെ ചെയ്ത് കുറേ നാളായി ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ് ട്രീറ്റ് ചെയ്ത്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? സോ ഏതാ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയത്? സെക്കൻഡ് തിങ്, ബി ലൈവ്. നമ്മളൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കാതിരിക്കുക. വളരെ കാമായിട്ട് സ്ട്രെസ് ഇല്ലാതെ സംസാരിക്കുക എന്തിനും. ഞാൻ അതാണ് ഒരു മെയിൻ പരിപാടി എന്ന് എനിക്ക്. ഒരു ആങ്കറിങ് ആണെങ്കിലും ഒരു VJ ആണെങ്കിലും അല്ലെങ്കിൽ റേഡിയോ ജോക്കി ആണെങ്കിലും ഒരുപാട് സ്ട്രെസ്സ് കൊടുത്ത് അതിനെ ഇങ്ങനെ കൊണ്ടുപോകാതിരിക്കുക. ഒരു ചിലപ്പോൾ ആദ്യം വരുന്നവർക്കും നമുക്ക് എനർജി വേണം, ഇങ്ങനെ ആ എനർജിക്ക് വേണ്ടി ചിലപ്പോൾ അവരുടെ സൗണ്ട് അവരുടെ രീതി മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ബി റിയൽ. ഫേക്കിംഗ് ആണ് ചെറുതായിട്ട്. അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ആക്ടിങ്ങിൽ നടക്കില്ലല്ലോ. ആക്ടിങ് ഡിഫറെൻറ്റ് പരിപാടിയല്ലേ, അതും ഡിഫറെൻറ്റ് പരിപാടി. നമ്മൾ മറ്റേ നാടകത്തിനൊരു 1 ഇഞ്ച് കൂട്ടിയല്ലേ നമ്മൾ അഭിനയിക്കും. അതെ, ആക്ടിങ്ങിന് അങ്ങനെയല്ല. നോർമൽ ഫിലിമിനൊക്കെ വരുമ്പോൾ അത്രയും വരില്ല, സീരിയലിൽ ഇച്ചിരി മെയിനിൽ വരും. ഇപ്പോൾ ആക്ടിങ് അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര നാച്ചുറൽ ആയിട്ടല്ല സംസാരിക്കുന്നത്. എടാ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു ദിപിച്ചാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാം, ഈ സംഭവമല്ലേ. മറ്റേത് ഒറ്റ സാധനമല്ലേ, മനസ്സിലാകാത്ത കട്ടി മലയാള ഭാഷയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ അല്ലേ. ഇപ്പം എല്ലാം നാച്ചുറൽ, ആൾക്കാർക്ക് അതാ ഇഷ്ടം. അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് അത് തന്നെയാണ് ഇപ്പോൾ. അതെ, ഈ ഗിമിക്സും ഫേക്കും ഒക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലാം. ശംഭു അത് മുന്നേ മനസ്സിൽ കണ്ടിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അന്നത്തെ ആ മൈ ഡിയർ റോങ് നമ്പറിനകത്ത് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇതുപോലെ രണ്ടാമത് പറഞ്ഞ ആ ഒരു രീതിയില്ല. ഞാൻ ഷോസ് ചെയ്തോണ്ടിരുന്ന കൂടുതലും ആദ്യമല്ല പയ്യെ മോൾഡ് ചെയ്ത് അങ്ങനെ ആയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഓവർ നാടകീയമായി ഷോ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പം മലയാള സിനിമ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ താങ്കൾക്ക് അതിൻ്റെ ഉള്ള പ്രൗഡായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലേ? ഏതാ? ഇപ്പോൾ ആക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ കുറെ ഇന്റർവ്യൂസ് ഉണ്ടല്ലോ. അപ്പം മലയാള സിനിമ ഇങ്ങനെ പീക്കിൽ നിൽക്കുന്നതാണല്ലോ. പിന്നെ നമുക്ക് നല്ലതല്ലേ, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ആ പടം ചിലപ്പോൾ അടിപൊളിയാകുമ്പോൾ വി ഫീൽ ഗുഡ്, അതൊക്കെ ഹാപ്പിനെസ് അല്ലേ. ഈ പടം നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു ഫീൽ കിട്ടുമോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ഇല്ല, നോ വേ. ഒരുപാട് പ്രൊമോട്ട് ചെയ്ത പടങ്ങൾ എത്രയോ ചിലപ്പം അത്ര സ്വീകരിച്ചിട്ടുണ്ടാകത്തില്ല. ചിലപ്പോൾ പ്രൊമോഷനേ ഇല്ലാത്ത പടമായിരിക്കും ചിലപ്പോൾ കയറി പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് 1 വീക്ക് അല്ലേ, ആദ്യത്തെ 2-3 ദിവസം. അങ്ങനെ ബിലീവ് അല്ലേ, അതല്ലേ നല്ലത്. ഇപ്പോൾ ആക്ടേഴ്സും വലിയ ആക്ടേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു വെൽക്കം ചെയ്യാനൊരു മാറ്ററാണ് ആൾക്കാരെ. അതല്ലാത്ത പക്ഷം അതിനകത്ത് ആൾക്കാർ രസം വേണമല്ലോ. അതെ, അതിപ്പോൾ ഇന്റർവ്യൂ ചെയ്ത ഒരാൾക്ക് പോലും പറയാൻ പറ്റുന്നില്ലെന്നല്ല, ഒരു ഫിലിം കണ്ടിറങ്ങി ഒരു റിവ്യൂവറിന്റെ വാക്ക് കേട്ടിട്ട് നമുക്കത് ജഡ്ജ് ചെയ്യാൻ യഥാർത്ഥം പറ്റില്ല. നമ്മൾ സ്വയം കണ്ടിട്ട് മനസ്സിലാവും. പലർക്കും പല അഭിപ്രായവും വ്യൂസും അല്ലേ. ഇപ്പോൾ ജിഞ്ചുവിനെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും വിഷ്ണു ഇഷ്ടപ്പെടുന്നില്ല. ചാൻസ് ഇല്ല. വിഷ്ണുവിന്റെ ഒക്കെ ചിന്താഗതി എന്ന് ഇങ്ങനെയൊക്കെ ബ്രോ ഡോണ്ട് ബ്രോ എന്നൊക്കെ എന്നാ വേ എന്നൊക്കെ രണ്ട് രീതിയാ. അപ്പോൾ അത് പലർക്കും പല രീതിയാണ്. പിന്നെ ഈ FM പലപ്പോഴും പണ്ട് പിന്നെ ഈ ആജയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രോയ്ക്ക് ഭയങ്കര സുഖമല്ലേ, ജസ്റ്റ് ഷോ ചെയ്താൽ മതി, അത് കഴിഞ്ഞ് പോവാം. അങ്ങനെയല്ല, അത് ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം കൂടെ ഒരു പരിപാടിയാണ്. അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾ കേൾക്കുന്ന പരസ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും എടുക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയ പരസ്യം നമ്മൾ എടുക്കണം, പിന്നെ ഓൾ കേരള ഷോ ചെയ്യണം, വെളിയിൽ പോയി പരിപാടി. അതും ഇതിലേക്ക് ഭയങ്കരമായിട്ടൊരു ഇതാണ്, ഫുൾ ഒരു
ഒരു 10 to 6:30 കംപ്ലീറ്റ്ലി വർക്ക് ഷെഡ്യൂൾ ഉള്ള ഒരു പരിപാടിയാണ്. അതും പലർക്കും അറിയില്ല. ഞാൻ ഇടയ്ക്ക് വന്ന ഡൗട്ടായിരുന്നു ഈ 6 to 9 എന്ന് 9 to 6 എന്ന് പറഞ്ഞ ഒരു ജോബ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ RJ ലൈഫ് യഥാർത്ഥത്തിൽ ഒരു ഫിക്സഡ് ടൈമിൽ ഡെയിലി ഉള്ളൊരു ജോബ് തന്നെ. ഓക്കെ, അപ്പൊ അത് ഇഷ്ടപ്പെട്ട് തന്നെയാണോ ആ സമയത്ത് ചെയ്തത്? അതും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന വർക്ക് നമുക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ഒരു പരസ്യം എടുക്കുക, മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജുവലേഴ്സ്, ഏവർക്കും പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് സ്വാഗതം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ്. വി ഗെറ്റ് ദാറ്റ് കിക്ക് ലൈക്ക് വെൻ വി സേ ദാറ്റ്. അപ്പം ഓട്ടോമാറ്റിക്കലി ടൈം എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. എൻജോയ് ചെയ്താണല്ലോ ചെയ്യുന്നത്. കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും നമ്മുടെ പേര് വരത്തില്ല. അത് നിങ്ങൾ കാറ് പോകുമ്പം ഇന്ന ആൾ ആ ചെയ്തതെന്ന് പറയത്തില്ലല്ലോ. അങ്ങനെ സൗണ്ട് മോഡുലേഷൻ ഉണ്ടല്ലോ, DQന്റെ സൗണ്ട് ഒക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴായിട്ട് കേട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ നോർമലി സംസാരിക്കുമ്പോഴും ഒരു DQന്റെ ഇതുണ്ടല്ലോ, അധികം ട്രെയിൻ ചെയ്യാണ്ടാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും അതെ. ഇപ്പം കുറച്ച് സാമ്യമുള്ള ഒരാളുടെ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണല്ലോ, കുറച്ച് ആ ഒരു അതൊരു റീസണാണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെ ട്രൈ ചെയ്യുക. അങ്ങനെ കുറേ നമ്മളിങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക്കലി ചില വോയിസ് വരുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഇത് ഇന്നയാളുടെ വോയിസാണ്, അപ്പോൾ അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആക്ടേഴ്സിൻ്റെ വോയിസ് നമ്മൾ കുറേ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DQ നമുക്കൊരു പ്രൊമോഷൻ പോലെ DQനെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരുമോ? നമ്മളെ എന്താ DQ ആയിട്ട് നിന്ന് നമ്മുടെ ഓക്കെ എന്നെ അറിയാവുന്നവരൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അവർ പറയും എടയുടെ ഇവനിത് മതിയാ നിർത്തത്തില്ല എന്ന് പറയും. പുതിയതായിട്ട് ഇപ്പം നമ്മുടെ രമേശ് ചേട്ടനൊക്കെ രമേശ് പെഷാടി ചേട്ടനൊക്കെ ആളെ വെച്ചിട്ട് നമ്മുടെ ഷോനെ കുറിച്ച് പിന്നെ ആരാ പിന്നെ കുറേ വോയിസ് നമ്മൾ എടുക്കാറുണ്ട്. ഇഷ്ടമുള്ളത് പറഞ്ഞോ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ പറഞ്ഞു. എന്നാ പിന്നെന്താ ബിഗ് ബോസിന്റെ പറയണം. നിങ്ങളുടെ എന്താ ടാഗ് എന്ന് പറഞ്ഞേ? ഫുൾ എന്താണ് പറയണേ? വെൽക്കം ടു നമ്മളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യണ രീതിയില് അതിനെ ഒന്ന് നല്ല രീതിയിൽ എനിക്ക് പറയുന്ന പോലെ. ഓക്കെ, ഹലോ ഹായ്, ഞാൻ ആക്ച്വലി മാറ്റ് പ്ര എന്ന് പറഞ്ഞ ഷോയിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് അമേസിങ്. എനിക്കൊന്ന് ജിഞ്ചു ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും സെബിൻ ആണെങ്കിലും അടിപൊളിയാണ്. സോ ഇറ്റ് ഈസ് റിയലി നൈസ്. ആൻഡ് ബാബുജി ഇടയ്ക്ക് പറയും ലൈക്ക് ഇവിടെ വരണമെന്ന്. താങ്ക് യു. അതെയോ? പിന്നെ അത് രമേശ് ചേട്ടൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രമേശ് ചേട്ടൻ്റെ ഒരു രീതിയുണ്ട്. ജയറാമേട്ടൻ പറയുന്ന ഞാനും ധർമ്മനോട് ഏറ്റവും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ധർമ്മജനാണ് അവിടുത്തെ ഒരു എയർ ഹോസ്റ്റസിൻ്റെ കൈ കയറി പിടിച്ചാൽ മാറിപ്പോയി. പിന്നെ ഇങ്ങോട്ട് വന്ന് മോൻ്റെ പേരെന്ന് പറഞ്ഞേ ഇനി മേലെ പറഞ്ഞു പോരുത് കേട്ടോ. എനിക്ക് തോന്നിയിരുന്നു. കുറേ ഉണ്ട്. പിന്നെ എന്തുവാ അങ്ങനെ ചുമ്മാ ട്രൈ ഔട്ട് ചെയ്യും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇത് നമ്മൾ എന്തെങ്കിലും ചുമ്മാ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൗണ്ട് വരും. അപ്പം നമ്മൾ മനസ്സിലോർക്കും ഇത് അവരുടെ സൗണ്ടാണല്ലോ, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കാണുമ്പോൾ ആ രീതിയിൽ ആ ബിഗ് ബോസിൻ്റെ വോയിസ് ഉണ്ടല്ലോ. എല്ലാവരും കൺഫഷൻ റൂമിലേക്ക് വരിക. മാറ്റ് പ്രയിലെ വിഷ്ണുവും ജിഞ്ചുവും സെബിനും നിങ്ങളെല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്. താങ്കൾക്ക് നാളെ മുതൽ ഈ വീട് വിട്ടിറങ്ങാം. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഗിഫ്റ്റ് അത് കിട്ടിയേക്കുന്നത്. ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ സംസാരിക്കുന്നത്. എല്ലാരും വിചാരിക്കും എപ്പോഴും ഈ റീലിനകത്തും എല്ലാ ഇന്റർവ്യൂലും ഈ സംഭവം ചോദിക്കാറുണ്ട്. പക്ഷേ ഡയറക്റ്റ് കേൾക്കുന്ന നമുക്കുണ്ടല്ലോ പ്രത്യേക ഒരു അനുഭവമാണല്ലേ. നീ റിയലായിട്ട് പുള്ളിയോട് വരട്ടെ എന്നല്ലേ. ഇത് കണ്ട് വേണമെങ്കിൽ വരാൻ കേട്ടോ, ഞങ്ങൾ വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി. DQനെ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന ഫീലായി. എല്ലാം കൊണ്ടും പറഞ്ഞ പോലെ തന്നെ കൂൾ മനുഷ്യനാണ്. ആണോ? താങ്ക് യു. അല്ല നല്ല നല്ല അല്ല ഇങ്ങനെ അല്ല ഇത് ഇങ്ങനെ അല്ല അതെ അല്ല അല്ല വേണ്ട ഇങ്ങനെ ശരിക്കും അല്ല അളിയാ നീ പണ്ടായി നീ ഇങ്ങനെ ജിഞ്ചുവിൻ്റെ അടുത്ത് പറയാം ശരിക്കും അല്ല ഇനിയാണെന്ന് പറഞ്ഞേക്ക് പുള്ളി ഇവിടെ വരെ വന്നല്ലേ അതെ അല്ല എന്തുകൊണ്ടും നല്ലായിരുന്നു നമ്മുടെ സെലക്ഷൻ. ഓൾവേസ് ലീവ് ഹാപ്പി, അടിപൊളിയായിട്ടിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. നാളെ രാവിലെ എനിക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ബി വിത്ത് ഹാപ്പി പീപ്പിൾ ഹു ക്യാൻ മേക്ക് യു സ്മൈൽ. ഒരുപാട് സ്ട്രെസ് എടുക്കാതിരിക്കുക, മാക്സിമം ചില്ലായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പോവുക. That's it. Yes. Okay. Appo. Thank you, bye. Thank you so much.
യേ കഴിഞ്ഞേ